ഇന്ന് നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കുവാണ്. അതിനുവേണ്ടി ഇത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ പൊടി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കുക. ആ വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് ഈ പൊടിയിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് വാങ്ങി വയ്ക്കുക. ഈ മിക്സ് കുറച്ച് സമയം അടച്ചു വെക്കുക. ഇനി നമുക്ക് കറീൻ്റെ പരിപാടി നോക്കാം. നമ്മളൊരു പെപ്പർ ചിക്കൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് കുരുമുളക്, പെരുംജീരകം, ചെറിയ ജീരകം, ഗ്രാമ്പൂ, ഏലക്കായ്, പട്ട, പിന്നെ മല്ലി, ഇത്രയും സാധനങ്ങൾ ചട്ടിയിലൊന്ന് ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കാം. ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. നേരത്തെ നമ്മൾ അടച്ചു വെച്ചിരുന്ന മാവിൻ്റെ ചൂടൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കുഴച്ചെടുക്കുക. നമ്മളിവിടെ ചപ്പാത്തി പലകയും കോലും വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഷേപ്പിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ ഇത്രയും പത്തിരി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചുട്ടെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ പത്തിരിയും നമ്മൾ ചുട്ടെടുത്തു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുണ്ട്. നേരത്തെ നമ്മൾ പൊടിക്കാനായിട്ട് മാറ്റി വെച്ച സാധനങ്ങളെല്ലാം കൂടി പൊടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്കുള്ള ഉള്ളി വഴറ്റുക. അതിലേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച മിക്സും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തെടുത്താൽ കറി റെഡി. ഈ പത്തിരി ഉണ്ടാക്കൽ വലിയ പണിയാണ്. പക്ഷേ ഇങ്ങനെ ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് പണിയാണെങ്കിലും നമ്മൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമല്ലോ. എല്ലാവരും ഇതുപോലെ പത്തിരിയും ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിക്കൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.